മമ്മൂട്ടി ഏത് സ്ലാങ് യൂസ് ചെയ്താലും അനായാസമാകും. അത് അദ്ദേഹത്തിന് ഒരു അങ്ങേയറ്റം ട്രിവാൻഡ്രം മുതൽ അങ്ങ് കാസർഗോഡ് വരെ വളരെ സരളമാകും. മോഹൻലാൽ വഴിയേരിന്ന് വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്ത് അടിച്ചു വെച്ചിരിക്കുന്ന വന്ന് ഇരുന്നിരിക്കുക ചോദിക്കുന്നത് പോയി പണിയെടുക്കണോ എന്ന് പറയും. അതല്ലേ നമ്മുടെ ഊർവശി ചേച്ചി പറഞ്ഞ കണ്ടില്ലേ നിങ്ങൾ? അതായത് ആളുകളൊക്കെ പറയുന്ന സംഭവമാണ്, ആളുകൾ എന്നല്ല, സിനിമയിൽ അദ്ദേഹത്തിന് ഇട്ടൊരു പേരുണ്ട് നമ്മുടെ ലാലേട്ടന്, ദ കംപ്ലീറ്റ് ആക്ടർ എന്ന്. അദ്ദേഹം നല്ല നടനാണ്, അതിലൊന്നും ഒരാൾക്ക് സംശയമില്ല. നല്ല നടനാണ്, നല്ലൊരു സിനിമ ഡാൻസ് കളിക്കും, ഫൈറ്റ് ചെയ്യും, അഭിനയിക്കും, ഒക്കെ ചെയ്യും. എന്നിരുന്നാലും അദ്ദേഹത്തിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതിൽ മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക താരങ്ങൾക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് പറയാത്തത് വെച്ചാൽ അവർക്കൊക്കെ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, പൃഥ്വിരാജ് എടുത്ത് പറഞ്ഞ് നമ്മുടെ മമ്മൂക്ക് ഏത് ക്യാരക്ടറും ചെയ്യും, ഏത് ക്യാരക്ടർ ചെയ്താലും ആ ക്യാരക്ടറായിട്ട് അദ്ദേഹം മാറും. എന്നാൽ നമ്മുടെ ലാലേട്ടന് ഒരു കഥാപാത്രം ചെയ്താൽ അത് ലാലേട്ടനെ കാണും. അത് മമ്മൂക്കയ്ക്കുള്ള ഒരു അംഗീകാരം. മമ്മൂക്ക അംഗീകരിക്കാൻ പൃഥ്വിരാജായിട്ടില്ലെങ്കിൽ കൂടി, കാരണം നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഉർവശി ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് ഒരേ സമയം പിച്ചക്കാരനായിട്ടും വലിയ രാജാവായിട്ടും തമ്പുരാനായിട്ടും ഒക്കെ അഭിനയിക്കാം. എന്നാൽ അത് നമ്മുടെ ലാലേട്ടന് കഴിയില്ല. ഓപ്പണായിട്ട് പറഞ്ഞു, ലാലേട്ടന് കഴിയില്ല. കാരണം ഉദാഹരണം, ലാലേട്ടൻ ഒരു പിച്ചക്കാരനല്ല, ആരും വിശ്വസിക്കില്ല അദ്ദേഹം പിച്ചക്കാരൻ. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളും കണ്ടാലും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് സംഭവമൊക്കെ കണ്ടാൽ ആരും വിശ്വസിക്കില്ല ഇദ്ദേഹം ഒരു പിച്ചക്കാരനാണെന്നുള്ളത്. അങ്ങനെ പല കാരണങ്ങളും. പിന്നെ മാത്രമല്ല, മമ്മൂക്കയ്ക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ലാങ്ങും അദ്ദേഹത്തിന് അനായാസമായി സംസാരിക്കാൻ കഴിയുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഏത് ഭാഷ എടുത്താലും, ഈ മലയാളത്തിലെ ഏത് ഭാഷയായാലും പുറമെയുള്ള ഭാഷയിലും അനായാസമായിട്ട് അദ്ദേഹം സ്ലാങ് സംസാരിക്കും. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാകുമ്പോൾ അദ്ദേഹം ആ ക്യാരക്ടറാവും, അല്ലാതെ അതിലെ മമ്മൂട്ടി. ഇപ്പോൾ ഈ അടുത്ത് വന്ന കളങ്കാവൽ ഒരിക്കലും നമ്മൾ മമ്മൂക്കിയിൽ കാണൂല. പാലേരി മണിക്കും അല്ല അഹമ്മദ് ഹാജി നമുക്കൊരിക്കലും മമ്മൂക്കയെ കാണൂല. അതുപോലെ തന്നെ ദി കിങ്, അതിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഓരോ സിനിമ എടുത്തെടുത്ത് പഴശ്ശിരാജ, അങ്ങനെ ഒരുപാട് സിനിമ, രാജമാണിക്യം, തുറുപ്പുകുലാന്, അണ്ണൻ തമ്പി, എത്രയോ ചിത്രങ്ങൾ. ഇതിലൊന്നും നമുക്ക് മമ്മൂക്കയെ കാണാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ, അത് ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത് അതിൽ ആ ആൾ പക്കയായിരിക്കും. അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്, ഡാൻസിൻ്റെ കാര്യത്തിലൊക്കെ പാട്ടും അങ്ങനെയുള്ള ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ നമുക്കൊന്ന് കാര്യം പറയാം, നമ്മളെല്ലാ മനുഷ്യന്മാരും പാട്ട് പാടുന്നതാവില്ല, എല്ലാ മനുഷ്യന്മാരും ഡാൻസ് കളിക്കുന്നവരാവില്ല. പക്ഷെ എല്ലാ മനുഷ്യന്മാർക്കും അഭിനയിക്കാൻ ചിലപ്പോൾ അറിഞ്ഞോളുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ പല ആളുകളും അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡാൻസോ അല്ലെങ്കിൽ പാട്ടൊന്നുമല്ല. അത് നമ്മുടെ ഭാവാഭിനയം, നമ്മുടെ മുഖത്തു നിന്നും നമ്മുടെ ശരീരത്തു നിന്നും നമ്മുടെ എല്ലാ ബോഡി എക്സ്പ്രഷനും കൂടിയാണ് അഭിനയം എന്ന് പറഞ്ഞാൽ. ആ ഒരു കഴിവ് മലയാളത്തിൽ മമ്മൂക്കയ്ക്ക് മാത്രമേ ഉള്ളൂ ഉർവശി പറയുന്നത്. കാരണം അത് അങ്ങനെ അതായത് ഇങ്ങനെ അതായത് ഒരു പണക്കാരനായിട്ടും പിച്ചക്കാരനായിട്ടും അഭിനയിക്കാൻ കഴിവുള്ള രണ്ട് താരങ്ങളും മലയാള സിനിമയിലുള്ളതെന്ന് അവർ പറഞ്ഞത്. അത് നമ്മുടെ മമ്മൂക്കയ്ക്കും അതുപോലെ ജഗദീഷ് ശ്രീകുമാറും. എന്നാൽ കൂടി ജഗദീഷ് ശ്രീകുമാർ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് തന്നെ, എന്നാൽ മമ്മൂക്കയ്ക്ക് അതില്ല. അതാണ് ഒരുപാട് സ്റ്റാർ, ഒരാളല്ല രണ്ടാളല്ല, എന്നാൽ ഒരു സ്റ്റാർഡം എന്ന ഒരു ഇത് വരുമ്പോൾ മമ്മൂക്കയുടെ ഒരു ഓറ അത് മറ്റുള്ളവർക്ക് കിട്ടില്ല. ഒരുപാട് കാര്യം ഇതിനെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നോർമലി പറഞ്ഞ ഒരു കാര്യമല്ല, അവരെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തർ കാര്യം, കാരണം നമുക്ക് ഒരു ക്യാരക്ടറും പുള്ളിയെ കാണാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൽ ഒരാൾക്കും ഒരു സംശയം ഉണ്ടാവില്ല. എന്തായാലും ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ തോന്നി, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ.